ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുകയും എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായമാണ്. ഇന്നലെ 8-ാം അധ്യായം നമ്മൾ വായിച്ചു. 8-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത് പെട്ടകത്തിൽ നിന്നിറങ്ങിയ നോഹ ഏകദേശം 1 വർഷവും 10 ദിവസവും നോഹയും മൃഗങ്ങളും സകല ജീവജാലങ്ങളും പെട്ടകത്തിനകത്തായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം നോഹയും മൃഗങ്ങളും പക്ഷികളും ഒക്കെയും പെട്ടകത്തിനിറങ്ങിയതിന് ശേഷം നോഹ ആദ്യം ചെയ്തത് യാഗപീഠം പണിത് ദൈവത്തെ അവിടെ നന്ദി രേഖപ്പെടുത്തുന്ന ആരാധിക്കുന്ന അനുഭവമാണ്. പുതിയ ഭൂമി, പുതിയ ജീവിതത്തിലേക്കുള്ള അല്ലെങ്കിൽ പുതുക്കപ്പെട്ട ഒരു മനുഷ്യനായി നോഹയെ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ പുതിയ ലോകത്തിലെ ആദ്യത്തെ കർമ്മം ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും എല്ലാത്തിൻ്റെയും ആദ്യം ഒരു ദിവസം ആരംഭിച്ചാൽ പോലും അത് ദൈവത്തിന് ബലിപീഠം പണിയുന്ന എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്ന അനുഭവത്തോടുകൂടി ആരംഭിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഈ പെട്ടകത്തിൽ നിന്ന് ജീവജാലങ്ങളൊക്കെയും പുറത്തിറങ്ങുമ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹമാണ് 9-ാം അധ്യായത്തിൽ ആദ്യം നമ്മൾ കാണുന്നത്. ദൈവം നോഹയെയും പുത്രന്മാരെയൊക്കെ ഇവിടെ അനുഗ്രഹിച്ചുകൊണ്ട് ഇവിടെ പറയുന്നു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിങ്ങൾ നിറയുവിൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇതേ അനുഗ്രഹമായിരുന്നു കൊടുത്തിരുന്നത്. മനുഷ്യൻ വർദ്ധിച്ചു പെരുകി. പക്ഷെ പെരുകിയപ്പോൾ സംഭവിച്ചത് ദൈവത്തെ മറന്ന് പാപം വർദ്ധിക്കാൻ കാരണമായി എന്നുള്ളതാണ്. ആ ഒരു കാരണം കൊണ്ടാണല്ലോ ജലപ്രളയം മുഖാന്തരം അന്നുണ്ടായിരുന്ന സകല മനുഷ്യനും ജീവജാലങ്ങളൊക്കെ നശിക്കാൻ കാരണമായി തീർന്നത്. അപ്പം ഇനിയും ആ പാപം നിങ്ങൾക്ക് ഇത് വർദ്ധിച്ചു വരിക, അതിനുള്ള അനുഗ്രഹം വീണ്ടും ദൈവം അവർക്ക് നൽകുകയാണ്. പക്ഷേ പാപമില്ലാതെ ജീവിക്കുമ്പോഴാണ് ആ ദൈവവുമായുള്ള ബന്ധത്തിൽ മനുഷ്യവർഗം അനുഗ്രഹമായിട്ട് തീരുന്നതെന്ന കാര്യം നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഇനി ദൈവം ഇതിന് മുമ്പുണ്ടായിരുന്ന ആ ജീവിത അവസ്ഥയിൽ നിന്നൊരു വ്യത്യാസം ഇവിടെ കാണുന്നത്, മനുഷ്യന് മൃഗങ്ങളുടെ മേലുള്ള അധികാരം അല്ലെങ്കിൽ മനുഷ്യന്റെ സംരക്ഷണവും മൃഗങ്ങളുടെ മേലുള്ള അധികാരവും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിനു മുൻപ് നമ്മൾ കണ്ടത് മനുഷ്യൻ സസ്യഭുക്കായിരുന്നു. ഉൽപ്പത്തി 1-ന്റെ 29-30 വാക്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. മനുഷ്യനും അല്ലെങ്കിൽ എല്ലാ പക്ഷിമൃഗാദികൾക്കും ദൈവം ഭക്ഷിക്കാൻ കൊടുത്ത സസ്യങ്ങളായിരുന്നു. എന്നാൽ അന്ന് മനുഷ്യൻ മൃഗത്തെയോ മൃഗം മനുഷ്യനെയോ ഭയപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണല്ലോ നോഹയുടെ ആഹ്വാനമുണ്ടായപ്പോൾ ഈ പക്ഷിമൃഗാദികൾ യാതൊരു ഭയവും കൂടാതെ വന്ന് പെട്ടകത്തിൽ കയറിയത് നോഹയെ അവയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നുകൊണ്ട് നോഹയെ അവരെ ഉപദ്രവിക്കുകയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണല്ലോ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിത രീതിയാണ് ഇനിയുള്ളത്. മനുഷ്യന് ആവശ്യമെങ്കിൽ മൃഗത്തെ ഭക്ഷിക്കാനുള്ള അധികാരം ഇവിടെ നൽകുകയാണ്. ഇവിടെ മുതൽ മനുഷ്യൻ മാംസം ഭക്ഷിച്ച് തുടങ്ങുന്നതായി നമുക്ക് കാണാം. പക്ഷെ അങ്ങനെ മാംസം ഭക്ഷിക്കുമ്പോൾ ഒരു വ്യവസ്ഥ പറയുന്നുണ്ട്. ഏതെങ്കിലും മൃഗത്തെ മാംസത്തിനായി കൊല്ലുന്നെങ്കിൽ അതിൻ്റെ രക്തം പൂർണ്ണമായി ഒഴുക്കിക്കളയണം. രക്തം പൂർണ്ണമായി ഒഴുക്കിക്കളയുമ്പോൾ അവയ്ക്ക് നമുക്കറിയാം, ഈ രക്തമാണ് ജീവൻ അഥവാ പ്രാണൻ എന്ന് പറയുന്നത്. ഒന്നിൻ്റെയും പ്രാണൻ അല്ലെങ്കിൽ ജീവൻ ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. രക്തത്തിലാണ് ജീവൻ നിൽക്കുന്നതെന്ന് ലേവ്യ പുസ്തകം ഇതിനു മുമ്പ് നമ്മൾ വായിച്ച് നമ്മൾ കേട്ടതാണല്ലോ. അതുകൊണ്ട് ആ രക്തം പൂർണ്ണമായി ഒഴുക്കിക്കളയാം. ഇത് രണ്ടാമത്, അതിനർത്ഥം വേദന അധിക സമയം നിർത്തരുതെന്നാണ് അതിന് മറ്റൊരർത്ഥമുള്ളത്. കാരണം രക്തം ശരീരത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാവുക. രക്തം ഒഴുകിപ്പോയാൽ പിന്നെ നമുക്ക് വേദന ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് പിന്നീട് മോശ മുഖാന്തര നിയമം കൊടുക്കുമ്പോഴും മൃഗത്തെ അടിച്ചു കൊല്ലരുത്. അതിനെ തല്ലിക്കൊല്ലുമ്പോൾ രക്തം അതിൻ്റെ ശരീരം ഏറെ സമയം അത് പിന്നെ വേദന അനുഭവിക്കേണ്ട സാഹചര്യം വരും. രക്തം പെട്ടെന്ന് ഒഴുകി പോവുകയാണെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ ജീവൻ നഷ്ടപ്പെടും. പെട്ടെന്ന് അധിക സമയം അത് വേദന അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല
എന്നുള്ളതാണ് അതിന് കാരണമെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം ദൈവം ഒരു ഉടമ്പടി കൊടുക്കുന്നതായി നമ്മൾ കാണുന്നു 8 മുതലുള്ള വാക്യങ്ങളിൽ. അതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടിയുണ്ട്. മനുഷ്യന്റെ സംരക്ഷണത്തിനുള്ള നിയമം കൂടി ദൈവം ഇവിടെ കൊടുക്കുന്നുണ്ട്. 5-6 വാക്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യന്റെ രക്തം ചൊരിയിച്ചാൽ അവന്റെ രക്തവും ചൊരിയിക്കും. അത് വധശിക്ഷയ്ക്കുള്ള ഒരു അധികാരമായി വേണമെങ്കിൽ നമുക്കതിനെ കാണാവുന്നതാണ്. നമുക്കറിയാം, വധശിക്ഷ കൊടുക്കുന്നത് മറ്റ് കൊലപാതകം ചെയ്യുന്നവരെയാണല്ലോ വധശിക്ഷയ്ക്ക് കോടതി വിധിക്കുന്നത്. അപ്പം അതിനുള്ളൊരു അധികാരം ഇവിടെ മനുഷ്യന് കൊടുക്കുന്നതായി വേണമെങ്കിൽ ഈ വാക്യത്തെ നമുക്ക് കാണാവുന്നതാണ്. ഇനി ദൈവം സകല സൃഷ്ടിയോടുമുള്ള ദൈവത്തിൻ്റെ വലിയ ഒരു ഉടമ്പടി നമ്മൾ കാണുന്നുണ്ട്. ദൈവം പറഞ്ഞു, ഇനിയും ജലപ്രളയം കൊണ്ട് ഭൂമിയെ മുഴുവൻ, ഇനിയും മനുഷ്യവർഗത്തെ മുഴുവൻ ഇനിയും ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, പ്രാദേശികമായി വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ഭൂമി മുഴുവൻ നശിക്കുന്ന രീതിയിൽ ഇനി ജലപ്രളയം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാൻ 2 പത്രോസ് 3:6-7 വാക്യങ്ങളിൽ പത്രോസ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആദ്യത്തെ ആകാശവും ഭൂമിയും വെള്ളം കൊണ്ട് നശിച്ചു, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അഗ്നിക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പം ഇനി ഭൂമി മുഴുവൻ നാശമുണ്ടാകുന്നെങ്കിൽ അത് വെള്ളം കൊണ്ടാവില്ല, അഗ്നി കൊണ്ടായിരിക്കുമെന്നുള്ള ഒരു സൂചന ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. എന്നിട്ട് മനുഷ്യനും ദൈവവുമായുള്ള ഒരു ഉടമ്പടിയുടെ അടയാളമായി ദൈവം ഒരു അടയാളം കൊടുക്കുകയാണ് ആകാശത്ത്. ആ അടയാളമാണ് മഴവില്ലിന്. ആ മഴവില്ല് കാണുമ്പോൾ ഞാൻ മനുഷ്യനെ ഓർക്കും. ദൈവത്തിനെ ഓർക്കാൻ വേണ്ടിയാണ് ആ മഴവില്ല്, മനുഷ്യനെ ഓർക്കാൻ വേണ്ടിയല്ല. പക്ഷെ മനുഷ്യനത് വിശ്വാസത്തോടുകൂടി അതിനെ കാണുമ്പോൾ ദൈവത്തിൻ്റെ ആ വിശുദ്ധ കർമ്മത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാണ്. അപ്പം ഈ മഴവില്ലിനെ ദൈവത്തിൻ്റെ ഒരു വിശുദ്ധ കർമ്മമായി നമുക്ക് കാണാം. നമുക്കറിയാം, സഭയിലെ കൂദാശകളൊക്കെയും ഒരു വിശുദ്ധമായ കർമ്മമാണ്. അവിടെ എന്താ സംഭവിക്കുക? ദൈവത്തിൻ്റെ കൃപയുടെ കണ്ണും മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണും തമ്മിൽ അവിടെ കൂട്ടിമുട്ടുകയാണ്. ദൈവത്തിൻ്റെ കൃപയുടെ കണ്ണും മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണും കൂട്ടിമുട്ടുന്നു. അതുകൊണ്ടാണ് കൂദാശകൾ എന്നതിന് സഭ കൊടുക്കുന്ന വിശദീകരണം എങ്ങനെയാണ്? അദൃശ്യമായ കൃപാവരങ്ങളുടെ ദൃശ്യമായ കർമ്മങ്ങൾ. അദൃശ്യമായ കൃപാവരങ്ങളെ നമുക്ക് നൽകുന്ന ദൃശ്യമായ കർമ്മമായി നമ്മളതിനെ കാണുന്നു. ഇപ്പോൾ സ്നാനം നമ്മളെ വെള്ളത്തിൽ മുക്കുന്നു, അത് ദൃശ്യമായ ഒരു കർമ്മമാണ്. അതിൽ അദൃശ്യമായ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു. വിശുദ്ധ കുർബാന, അപ്പവീഞ്ഞുകൾ വയ്ക്കുന്നു. അപ്പവീഞ്ഞുകൾ വയ്ക്കുമ്പോൾ അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമായി, അദൃശ്യമായി ശരീരവും രക്തവുമായി അത് മാറ്റപ്പെടുന്നു. അപ്പം ഇതുപോലെ ആണ് ദൈവത്തിൻ്റെ ആ വലിയ കൃപയും മനുഷ്യൻ്റെ വിശ്വാസവും തമ്മിൽ കൂട്ടിമുട്ടണം. ഇതാണല്ലോ പൗലോസ് ശ്ലീഹ ഇതിനു മുമ്പ് നമ്മെ പുതിയ നിയമത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. എങ്ങനെ രക്ഷ സാധ്യമാകുന്നത്? കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃപയും മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള വിശ്വാസവും രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നിടത്താണ് രക്ഷയുടെ പൂർത്തീകരണം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം അങ്ങനെ ദൈവം കൊടുക്കുന്ന അടയാളം നമ്മൾ കാണുന്നു. ഇനി അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിവിടെ കാണുന്നത് നോഹയുടെ പുത്രന്മാരും നോഹയ്ക്ക് സംഭവിച്ചൊരു കാര്യമാണ്. പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയ നോഹ ഇവിടെ മുന്തിരി ഇവിടെ നട്ട് വളർത്തുന്നു. ഒരുപക്ഷെ നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപും അദ്ദേഹം ഒരു കൃഷിക്കാരനായിരിക്കാം. അതുകൊണ്ടാണല്ലോ ആ ഒരു ഇതിൽ നിന്നായിരിക്കണം പുതിയ ഭൂമിയിലും അദ്ദേഹം ഒരു മുന്തിരി ഇത് നടുന്നു. ആ മുന്തിരിയുടെ ഫലം അദ്ദേഹം അനുഭവിക്കുന്നു. പക്ഷേ അമിതമായി ആ ഫലം അനുഭവിച്ചതിൻ്റെ ഫലമായി അദ്ദേഹം ബോധരഹിതനായി തൻ്റെ കൂടാരത്തിൽ കിടക്കുന്നു. അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ വസ്ത്രം നീങ്ങി നഗ്നത വെളിപ്പെട്ടു. ഈ സമയത്താണ് നോഹയുടെ 3 പുത്രന്മാർ ശേം, ഹാം, യാഫേത്ത്. അതിൽ ഹാം അകത്തു വരികയും അപ്പൻ്റെ നഗ്നത കാണുകയും, എന്നാൽ ആ നഗ്നത മറയ്ക്കുവാൻ അദ്ദേഹം ശ്രമിക്കാതെ ചെന്ന് മറ്റ് സഹോദരന്മാരോട് അത് വെളിപ്പെടുത്തുകയും അവർ ഒരു വസ്ത്രവുമായി പുറകോട്ട് നടന്നു വന്ന് അപ്പൻ്റെ നഗ്നത മറയ്ക്കുകയും ചെയ്യുന്നു. നോഹ ഉണർന്നപ്പോൾ ഈ സംഭവം അറിഞ്ഞു. അദ്ദേഹം അവിടെ കനാനെ ആണ് അവിടെ ശപിക്കുന്ന. ഹാമിൻ്റെ മകനാണ് കനാൻ.
കനാന്യര് എന്തുകൊണ്ട് ശപിക്കപ്പെട്ടു എന്നതിൻ്റെ ഒരു സൂചനയായി ഇസ്രായേൽ ജനം ഈ സംഭവം പറയുന്നതായി നമുക്ക് ഒരുപക്ഷെ കാണാൻ സാധിച്ചേക്കും. കാരണം കനാന്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജീവിത രീതി ഒന്ന്, ലൈംഗികതയ്ക്ക് അമിതമായ പ്രാധാന്യം അവർ കൊടുത്തു വന്നിരുന്നെന്നും അമിതമായി മദ്യപിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നുവെന്നും കനാന്യരെക്കുറിച്ച് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുക? അമിതമായ ആ ഒരു നഗ്നതയോ അല്ലെങ്കിൽ ഒരു ലൈംഗികതയോടുള്ള ആവേശവും മദ്യപാനത്തിനുള്ള ആവേശവും നിങ്ങൾക്ക് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിന് ഇസ്രായേൽ പറയുന്ന ഒരു കാരണമായും വേദപണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ ഒരു സംഭവം നോഹ അറിഞ്ഞ ഉടനെ നോഹയുടെ കനാനെ അവിടെ ശപിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കനാന്യരുടെ സ്വന്തം ദേശമാണ് കനാൻ ദേശം. ആ ദേശത്ത് പിന്നെ ഇസ്രായേൽ ജനം വന്നിട്ട് അവരുടെ രാജാക്കന്മാരാലൊക്കെയും ഇസ്രായേൽ അല്ലെങ്കിൽ കനാന്യർ അത് ഭരിക്കപ്പെടുകയും അവരങ്ങനെ അടിമകളെ പോലെ ആയി തീരുകയും ചെയ്യേണ്ട സാഹചര്യം നിങ്ങൾ ശപിക്കപ്പെട്ടു എന്നുള്ള ഒരു സൂചന ഈ സംഭവത്തിലൂടെ ഇസ്രായേൽ വെളിവാക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മളും ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നഗ്നത എന്നുള്ളത് മറ്റുള്ളവരുടെ കുറവുകളാണ്. ആ കുറവുകൾ നമ്മൾ വെളിവാക്കുമ്പോൾ നമ്മളും ശപിക്കപ്പെട്ടവരായി മാറുകയാണ്. അതുകൊണ്ട് സ്നേഹമുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. 1 പത്രോസ് 4:8 പത്രോസ് ശ്ലീഹ പറയുന്നു, ഗാഢമായ പരസ്പര സ്നേഹമുണ്ടായിരിക്കട്ടെ, കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. ഗാഢമായ പരസ്പര സ്നേഹമുണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരുടെ പാപങ്ങളെ മറയ്ക്കുവാൻ നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ സദൃശ്യവാക്യം 10:12 ഇപ്രകാരം വായിക്കുന്നു, വിദ്വേഷം കലഹം ഇളക്കിവിടുന്നു, സ്നേഹമോ എല്ലാ അപരാധങ്ങളെയും പൊറുക്കുന്നുവെന്നാണ്. വിദ്വേഷം കലഹം ഇളക്കിവിടുന്നു, സ്നേഹമോ എല്ലാ അപരാധങ്ങളെയും ക്ഷമിക്കുന്നു. ഇവിടെ നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ കുറ്റം, മറ്റുള്ളവരുടെ കുറവുകൾ, നമ്മൾ വേറെ പല ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പരദൂഷണം, അത് വാസ്തവത്തിൽ വലിയ ഒരു പാപം തന്നെയാണ്. ഇവിടെ മറ്റുള്ളവരുടെ ആ നഗ്നത എന്ന് പറഞ്ഞ അവരുടെ കുറവുകളെ സമൂഹത്തിൻ്റെ മുൻപാകെ നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ അവരെ കൊല്ലുന്നതിന് തുല്യമാണ്, അവരുടെ രക്തം ഭൂമിയിൽ വീഴ്ത്തുന്നതിന് തുല്യമാണെന്ന് ഇതിനു മുമ്പ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം വായിച്ചപ്പോൾ നമ്മളത് ചിന്തിച്ചതാണ്. അപ്പം നമ്മുടെ വാക്കുകളെ നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഹൈന്ദവരുടെ ഇടയിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു ഗുരുവായിരുന്നു ഗുരു ചൈതന്യയതി. അദ്ദേഹം ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി, ഒരു സംസാരിയും സന്യാസിയും തമ്മിലുള്ള വ്യത്യാസം. ഒരു സംസാരിയായ മനുഷ്യൻ മറ്റൊരു മനുഷ്യനിൽ 99 നന്മകളും ഒരു തിന്മയും കണ്ടാൽ, സംസാരിയായ മനുഷ്യൻ ആ 99 നന്മകളെക്കുറിച്ച് ഒന്നും പറയാതെ ആ തിന്മ പറഞ്ഞു നടക്കും. അങ്ങനെ തിന്മ പറഞ്ഞു നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ നന്മ ചെയ്തവന് നന്മ ചെയ്യാനുള്ള ആ കഴിവുകൂടി അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം കൂടി അങ്ങ് നഷ്ടപ്പെടുകയാണ് അവൻ്റെ മനസ്സുമടുത്തിട്ട്. എന്നാൽ സന്യാസിയായൊരു മനുഷ്യൻ, സന്യാസി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിവാഹം കഴിച്ചാൽ ജീവിക്കുന്ന അർത്ഥത്തിലല്ല, സ്വയത്തെ ത്യജിച്ചവനാണല്ലോ. അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന ഒരു മനുഷ്യനിൽ 99 തിന്മകളും ഒരു നന്മയും കണ്ടാൽ ആ തിന്മകളെക്കുറിച്ച് പറയാതെ ആ നന്മ മാത്രം അവൻ പറഞ്ഞു നടക്കും. അപ്പോൾ ഈ 99 തിന്മകൾ ചെയ്തവന് തിന്മ ഉപേക്ഷിച്ച് വീണ്ടും നന്മ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകും. ആദ്യത്തെ സംസാരി ചെയ്യുന്നത് 99 നന്മകളും ഒരു തിന്മയും കണ്ടാൽ ആ നന്മയെക്കുറിച്ച് പറയാതെ തിന്മകൾ പറഞ്ഞു നടക്കും. എന്നാൽ രണ്ടാമത് പറഞ്ഞ സന്യാസിയുടെ പ്രത്യേകത 99 തിന്മകളും ഒരു നന്മകളും കണ്ടാൽ ആ തിന്മകൾ പറഞ്ഞു നടക്കാതെ ആ നന്മകൾ പറഞ്ഞു നടക്കുമ്പോൾ
അവൻ വീണ്ടും നന്മ ചെയ്യാനുള്ള പ്രേരണ മനുഷ്യനിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇതിലാരാണ്? നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ ഒരു സംസാരിയെ പോലെയാണ്, മറ്റുള്ളവരുടെ കുറവുകളെ വിളിച്ചു പറയാൻ. പക്ഷെ നമ്മുടെ കുറവുകളെ നമ്മൾ മറച്ചു വെച്ചുകൊണ്ടാണ് മറ്റുള്ളവരുടെ കുറവുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു നടക്കുന്നത് എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചാൽ നമുക്കിനി അത് പറയാനാവില്ലല്ലോ. അപ്പം നമ്മുടെ എല്ലാ കുറവുകളും നമ്മൾ മറച്ചു വയ്ക്കുന്നു, മറ്റുള്ളവരുടെ കുറവുകളെ നമ്മൾ വിപുലീകരിക്കുന്നു. അത് പാടില്ലാത്തതാണ്. ഇനി അതിൻ്റെ ഈ ഹാമിദ് കണ്ടതിൻ്റെ പരിണിത ഫലം അവനും അവൻ്റെ സന്തതികളൊക്കെയും ശപിക്കപ്പെടുകയും അതുപോലെ തന്നെ മറ്റ് സഹോദരന്മാർക്ക് അവൻ അടിമയായിത്തീരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെ ഇസ്രായേൽ ജനം കനാന്യരെ എന്തുകൊണ്ട് ഇങ്ങനെ അവർ ശപിക്കപ്പെട്ടവരായില്ലെങ്കിൽ ഈ രീതിയിലുള്ള ജീവിത രീതിയിലേക്ക് വന്നു എന്നതിന് കൊടുക്കുന്ന ഒരു സൂചനയായി വേദപണ്ഡിതന്മാർ ഇതിനെപ്പറ്റി വ്യാഖ്യാനിച്ചു കണ്ടിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ വേദഭാഗം നമ്മൾ വായിച്ച് ധ്യാനിക്കുക. ഒന്നാമത് ഭൂമിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എല്ലാത്തിൻ്റെ ആരംഭത്തിൽ ദൈവത്തിന് നമ്മൾ യാഗമർപ്പിച്ച് ബലിപീഠം പണിത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവം നമുക്കുണ്ടാവണം. 2, വർദ്ധിച്ചു പെരുകുവാനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം, ആ ലൈംഗികമായ കഴിവിനെ പ്രാർത്ഥനാപൂർവം ദൈവവുമായുള്ള ബന്ധത്തിൽ സൃഷ്ടികർമ്മം നടത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. 3, മൃഗങ്ങളെ ഭക്ഷിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്, പക്ഷേ അവരുടെ രക്തം ഭക്ഷിക്കുവാൻ നമുക്ക് അവകാശമില്ല. കാരണം അത് ജീവനായതുകൊണ്ടാണ് അത് ഭക്ഷിക്കാൻ അത് പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ കണ്ടത് ദൈവം കൊടുത്ത വലിയ ഒരു അടയാളമാണ് ആകാശത്തിലെ മഴവില്ല്. ഇനിയും ജലപ്രളയം കൊണ്ട് ഭൂമി പൂർണ്ണമായി ഒരിക്കലും നശിക്കുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തം. അവസാനം നമ്മൾ കണ്ടത് നോഹയ്ക്ക് പറ്റിയ ആ അമിതമായ മദ്യപാനത്തിലൂടെ നോഹയ്ക്ക് പറ്റിയതായ ഒരു അബദ്ധം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും നമുക്കറിയാമല്ലോ, പലരും അമിതമായി മദ്യപിക്കുന്നതിൻ്റെ പരിണതഫലമായി ഓരോ ജീവിതത്തിലും സംഭവിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്രകാരം സംഭവിക്കാതിരിക്കട്ടെ. ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്കുള്ള ദൂതുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ.